അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നലെ വീഡിയോ കാണാത്തവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് എല്ലാവരും കാണുക. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചാരത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആ ചാരത്തിൽ നമുക്ക് NPKയിൽ നൈട്രജന് തീരെ ഇല്ലാത്ത ഒരു വളമായിട്ടാണ് നമ്മൾ ചാരത്തിന് ഉപയോഗിക്കണമെന്നും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നൈട്രജൻ കണ്ടൻറ്റോട് കൂടിയിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ ചാരത്തിനെ ചെടികളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ സാധാരണ തേങ്ങാവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങാവെള്ളത്തിൽ നല്ല പോലെ നൈട്രജൻ അടങ്ങിയതിനാൽ തന്നെ ഞാനിതൊരു 2-3 തേങ്ങേൻ്റെ വെള്ളം ഇവിടെ കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 2-3 തേങ്ങ വെള്ളമൊക്കെ നമുക്ക് 3 ദിവസത്തൊക്കെ ഒരുമിച്ചെടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നീട് നമ്മളതിനെ പുറത്ത് വെച്ചിട്ട് നമ്മളൊരു 3-4 ദിവസം വെച്ചിട്ട് നമ്മളതിനെ പുളിപ്പിച്ചെടുക്കുക കേട്ടോ. കുറഞ്ഞത് 2 ദിവസം തന്നെയെങ്കിൽ നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പം അതുപോലെ ഞാനിത് പുളിപ്പിച്ച് വെച്ച തേങ്ങ വെള്ളമാണ് കേട്ടോ ഇപ്പം ഇവിടെ കാണിക്കുന്നത്. ഇതൊരു 2-3 തേങ്ങ 3-4 തേങ്ങൻ്റെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്രയും വെള്ളം നമ്മൾ എടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ പൊട്ടാഷ്യം ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള നമ്മളെ ചാരമാണ്. അപ്പം ഈ ചാരം എടുത്തിട്ട് ഇനി നമ്മൾ ഈ പുളിപ്പിച്ച് വെച്ച ഈ തേങ്ങ വെള്ളത്തിലോട്ട് നമ്മൾ ചാരം ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ഈ ഒരു ഫെർട്ടിലൈസറിൽ ഇപ്പം നമുക്ക് ഈ തേങ്ങ വെള്ളത്തിലടങ്ങിയിട്ടുള്ള നൈട്രജനും അതുപോലെ തന്നെ ചാരത്തിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം ഫോസ്ഫറസും ഒക്കെ തന്നെ നമ്മുടെ ചെടിക്ക് നല്ലൊരു വളമായിട്ട് ആ ചെടീനെ നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ ചെടി പൂക്കാനും നല്ല കായ്കൾ ലഭിക്കാനും ആ കായ്കൾക്ക് രുചി കൂട്ടാനും പൂക്കൾക്ക് നിറം നൽകാനും ഒക്കെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം നൽകിയാൽ മതി കേട്ടോ. അപ്പം ഇത് നമ്മളൊരു 15 ദിവസമോ 20 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മളൊരു തവണ നല്ല പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ. അപ്പം ഇനിയും നമുക്ക് ഇതിലേക്ക് 1-2 പൗഡറുകളൊക്കെ ഇനി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിലില്ല തന്നെയാണ്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം നമ്മളിതിനെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ വീട്ടിൽ എല്ലാവരും കാപ്പി തയ്യാറാക്കുമല്ലോ. അപ്പം നമുക്ക് ഈ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, ഇതിലും നല്ല പോലെ നൈട്രജനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ കാപ്പി. അപ്പം ഈ കാപ്പിയും കൂടി നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടി ഒന്നും കൂടി നല്ല രീതിയിൽ നമുക്ക് വളർന്നു വരാൻ സഹായിക്കും കേട്ടോ. അപ്പം ഞാനിതിലേക്ക് 1 സ്പൂണ് മാത്രം കാപ്പിപ്പൊടി ഇവിടെ എടുത്തിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ കാപ്പിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് തേയിലേൻ്റെ ചണ്ടി ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ആ ചണ്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലാതെ നമ്മൾ തേയില നേരിട്ട് തിളപ്പിച്ചിട്ട് പഞ്ചസാര ഇടാതെ ആ വെള്ളം ചൂടാറിയതിന് ശേഷം നമുക്ക് അതങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്താൽ നമ്മളെ ചെടിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇതും ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണുക്കളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അത്യാവശ്യം അതിൻ്റെ അണുക്കളും അതുപോലെ കീടങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് ഈ മഞ്ഞൾപ്പൊടി നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ചെടികളിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ലായനീൻ്റെ ഈ ഫെർട്ടിലൈസറിൻ്റെ 5 ഇരട്ടി വെള്ളം ഡയലൂട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ 5 ഇരട്ടി വെള്ളം എടുത്തതിൻ്റെ ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിലോട്ട് ഞാൻ ഈ ഒരു ലായനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഡയലൂട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമുള്ളൂ നമ്മളെ ചെടികൾക്ക് അതൊരു വളമായിട്ട് ചേരുക. അല്ലാതെ നമ്മളിതിനെ നേരിട്ട് കൊണ്ടൊഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ ചെടി കരിഞ്ഞു പോകുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വാട്ടം സംഭവിക്കും. അപ്പോൾ എല്ലാവരും ഇനി ഡയലൂട്ട് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുകയല്ലാതെ ഒട്ടും കുറക്കാതെ വേണം നമ്മളിതിനെ യൂസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ തേങ്ങ വെള്ളം നല്ല പോലെ പുളിപ്പിച്ചെടുത്തതാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഗാഢത അതുപോലെ തന്നെ നമ്മളെ ചാരത്തിൻ്റെ ചൂടും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള അന്തരീക്ഷമാണ് നമുക്ക് പൊതുവെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നല്ല പോലെ നേർപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ വളർന്നു വരുന്ന എല്ലാ ചെടികൾക്കും അതുപോലെ തന്നെ പൂവും കായും പിടിക്കാൻ തുടങ്ങി ഇതുപോലുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികൾക്ക് വേണ്ടി NPK വാല്യൂ എല്ലാം ഈ ഒരു ഫെർട്ടിലൈസറിൽ അടങ്ങി കിട്ടും. അതുപോലെ തന്നെ
നമ്മൾ ചാരത്തിൻ്റെ പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിതിലുണ്ടാകുന്ന പയറിനായാലും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന പയറിനോ പച്ചക്കറികൾക്കോ എന്തിനായാലും അതിൻ്റെയൊക്കെ രുചി കൂടുകയും അതുപോലെ തന്നെ പൂച്ചെടികൾക്കാണെങ്കിൽ ആ പൂക്കൾക്ക് നിറം കൂട്ടാനും കായ്കൾ നിറയെ ഉണ്ടാവാനും ഒക്കെ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പം ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ തേങ്ങാവെള്ളം ചേർത്തിട്ടോ അതല്ലാതെ നമുക്ക് പച്ച ചാണകം കലക്കിയിട്ട് ആ വെള്ളത്തിലൊക്കെ നമുക്ക് നല്ലപോലെ ഡയലൂട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ ഇപ്പം നട്ട തൈകളാണ് കേട്ടോ. ഒരു 3-4 ദിവസം ആയിട്ടുള്ളൂ ഈ തൈയൊക്കെ നട്ടിട്ട്. അതുപോലെ നട്ടതും വളർന്നുകൊണ്ടിരിക്കുന്ന ചെടിക്കും എല്ലാം നമുക്ക് ഇത് ഇപ്പം ഈ ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ വാക്ക് പിഴവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ മറക്കാൻ തന്നെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ അസ്സലാമു അലൈക്കും.